പ്രിയമുള്ള മലയാളി പ്രേക്ഷകരെ, ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എത്തിക്സ് ഓഫ് ഗാന്ധിജി എന്ന ചാനൽ പരമ്പരയുടെ 22ാമത്തെ എപ്പിസോഡാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ എപ്പിസോഡിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ശ്രീനാരായണ ഗുരുവും രാഹുൽ ഈശ്വറും എന്നതാണ്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. സാധാരണ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കാലത്ത് 9 മണിക്ക് മുമ്പ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രധാന രീതി. എന്നാൽ ഇന്നലെ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു ഈ വീഡിയോ. എനിക്കത് സാധിച്ചില്ല. കാരണം ഞാനൊരു ആസ്മ പേഷ്യൻ്റാണ്. എനിക്ക് ഇന്നലെ വളരെ കൂടുതൽ ശ്വാസം മുട്ട് അനുഭവപ്പെട്ടതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല. ആ വീഡിയോ ഒരു ദിവസം താമസിച്ച് ഇന്നാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റന്നാൾ ചെയ്യേണ്ട വീഡിയോ ഞാൻ നാളെ തന്നെ ചെയ്യുകയും ചെയ്യും. അതറിയിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡിന്ന് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് പതിപോലെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് GK ബാബുരാജ് പടപ്പക്കര. ഞാൻ ഒരു മത്സ്യത്തൊഴിലാളിയായി ജീവിച്ചത് കൊണ്ട് തന്നെ എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമൊന്നും ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ടും എനിക്ക് കാര്യമായ വിവരമൊന്നുമില്ലാത്തത് കൊണ്ടും തന്നെ നിങ്ങളെല്ലാ പ്രേക്ഷകരും എന്നോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചാനലിൻ്റെ കണ്ടൻറ്റിലേക്ക് കടക്കുകയാണ്. സാധാരണഗതിയിൽ ഞാൻ TV-യിലൂടെ വാർത്തകൾ കാണുമെന്നല്ലാതെ അതിനപ്പുറം ചാനൽ ചർച്ചകൾക്കൊന്നും ഞാൻ ഇരുന്ന് കൊടുക്കാറില്ല. എന്നാൽ ദേശീയ ചാനലുകളിൽ പ്രത്യേകിച്ച് രാഹുൽ ശിവശങ്കർ, അതുപോലെ തന്നെ അർണാബ് ഗോസ്വാമി, നവിക കുമാർ, പാൽക്കി ശർമ്മ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്ന അവർ നടത്തുന്ന ഡിബേറ്റുകളും അതുപോലെ ഇൻ്റർവ്യൂകളും ഒക്കെ ചിലപ്പോഴൊക്കെ കാണുക പതിവാണ്. അക്കൂട്ടത്തിൽ ഞാൻ പുതുവർഷ പുലരിയുടെ പിറ്റേ ദിവസം അർണാബ് ഗോസ്വാമി നടത്തിയ ഒരു ഡിബേറ്റ് കണ്ടിരുന്നു. അതായത് നമ്മുടെ സഖാവ് പിണറായി വിജയൻ ശിവഗിരിയിലെത്തി അവിടെ വെച്ച് നടത്തിയ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള ഒരു പരാമർശനത്തെ ആസ്പദമാക്കിയാണ് ആ ഡിബേറ്റ് നടന്നത്. അതിൽ പ്രധാനമായും കേരളത്തിൽ നിന്ന് പങ്കെടുത്തത് രാഹുൽ ഈശ്വർ എന്ന BJP വക്താവും മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന മുരളീധരൻജിയും അനിൽ ആൻ്റണിയുമാണ് പ്രധാനമായും മലയാളികളായി പങ്കെടുത്തത്. മറ്റുള്ള 1-2 പേരുടെ പേര് അപ്രസക്തമായതുകൊണ്ട് ഞാനത് ഓർമ്മിക്കുന്നില്ല. ആ ചർച്ചയിൽ ഏതാണ്ട് ഒരു 4 മിനിറ്റുകളോ ആദ്യം സംസാരിച്ച മുരളീധർജി അഭിപ്രായപ്പെട്ടത്, ശ്രീനാരായണ ഗുരു, ഇഫ് യു കൺസിഡർ ബർത്ത്, ഹി വാസ് ബോൺ എ ബാക്ക്വേർഡ് ലീഡർ, ഹി വാസ് ബോൺ ബാക്ക്വേർഡ് ഇൻഡിവിജ്വൽ. അതിനർത്ഥം ശ്രീനാരായണ ഗുരു ഒരു പിന്നോക്കക്കാരനായി ജനിച്ച പിന്നോക്ക നേതാവായ അവരുടെ ഒരു ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ ജന്മം വളരെ മ്ലേച്ഛകരമാണെന്നാണ് ഈ മുരളീധർജി ആക്ഷേപിച്ചിരിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഹീ സ്റ്റുഡ് ഫോർ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സനാതന ധർമ്മ. ബിക്കോസ് സനാതന ധർമ്മ ബേസിക് പ്രിൻസിപ്പിൾ ഡസിൻറ്റ് എഗ്രി വിത്ത് കാസ്റ്റിസം. അദ്ദേഹം തുടർന്നുറപ്പിച്ചു പറയുന്നു, സനാതന ധർമ്മ ദർ ഈസ് നോ കാസ്റ്റിസം. ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വട്ട് പിടിച്ചെന്ന്. കാരണം ഒരു കേരളീയനാണെങ്കിലോ കേരളത്തിൽ പഠിച്ച വിദ്യാർത്ഥിയാണെങ്കിലോ ഇങ്ങനെ ഒന്ന് പറയുമോ? ശ്രീനാരായണ ഗുരു സനാതന ധർമ്മങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടയാളാണെന്ന് കേരളത്തിൽ ആരെങ്കിലും പറയുമോ? മാത്രമോ സനാതന ധർമ്മങ്ങൾ ജാതിസമല്ലെന്നാരെങ്കിലും പറയുമോ? കേരളത്തിൽ ഒരു 10ാം ക്ലാസ് വരെ പഠിച്ച വിദ്യാർത്ഥികൾക്കറിയാം, സനാതനധർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണ, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ വർഗങ്ങളുടെ 4 വർണ്ണങ്ങൾ ചേർന്ന ചാതുർവർണ്ണ്യമാണെന്നും അതിനെതിരെയാണ് മഹാനായ ശ്രീനാരായണ ഗുരു പ്രവർത്തിച്ചതും ആത്മീയ നവോത്ഥാനം നടത്തി ഒരു ജാതി, ഒരു മതം, ഒരു ദൈവമെന്ന് പ്രഖ്യാപിച്ചതെന്നുമുള്ള സാമാന്യ ബോധം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ മുരളീധർജി അസന്നിഗ്ധമായി പറയുന്നു സനാതനധർമ്മങ്ങൾ ജാതിസമല്ലെന്ന്. ഇദ്ദേഹത്തിന്
എന്തോ കാര്യമായ തകരാറ് തലച്ചോറിന് സംഭവിച്ചിട്ടുണ്ട്. അത് മരുന്ന് കൊണ്ട് ചികിത്സിച്ച് മാറ്റാവുന്നതല്ല ഇത്തരം വർഗീയ രോഗങ്ങൾ. ഇത്തരം വർഗീയ രോഗങ്ങൾക്ക് മരുന്നുമില്ല, ചികിത്സയുമില്ല. ഇതിലധികമാണ് രാഹുൽ ഈശ്വർ നടത്തിക്കൂട്ടിയ ആ ചർച്ചയിൽ നടത്തിക്കൂട്ടിയ വെപ്രാളങ്ങളും കോപ്രായങ്ങളുമൊക്കെ. ദേശീയ ശ്രദ്ധ പിടിച്ചെടുക്കാനായി രാഹുൽ ഈശ്വർ നടത്തിയ ഈ കോപ്രായങ്ങൾ കണ്ട് മറ്റുള്ളവരെ വകവയ്ക്കാതെയും വെല്ലുവിളിച്ചും ധിക്കരിച്ചുമൊക്കെ നടത്തിയ ഈ കോപ്രായങ്ങൾ കണ്ട് വർഗീയ രോഗികൾക്ക് കൈയടിക്കാൻ വക നൽകുമെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവർക്കത് ഒരു കോമാളിത്തരമായി മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ഇത്തരം കോമാളിത്തരങ്ങളും കണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയമെന്ന് വിളിച്ചതെന്ന് ഈ വർഗീയ രോഗികൾക്കറിയില്ലല്ലോ. ഏതായാലും രാഹുൽ ഈശ്വർ കസറി ശ്രീനാരായണ ഗുരു ഈശോവാസ്യോ ഉപനിഷത്ത് മലയാളത്തിൽ തർജ്ജമ ചെയ്തും 44 അമ്പലങ്ങളിൽ പ്രതിഷ്ഠകൾ സ്ഥാപിച്ചും സനാതനധർമ്മത്തെ പുഷ്ടിപ്പെടുത്തിയ മഹാനാണെന്ന് അലറി വിളിച്ച് കൂവുമ്പോൾ രാഹുൽ ഈശ്വർ എന്ന മഹാൻ ഒരു സത്യം കൂടി മനസ്സിലാക്കണം. 1927 ശ്രീനാരായണ ഗുരു കോട്ടയം ജില്ലയിലെ കളവക്കോട് ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? കണ്ണാടിയിൽ നോക്കുമ്പോൾ ആരെയാണ് കാണുന്നത്? അവനവനെ തന്നെയാണ് അവനവൻ കാണുന്നത്. അവനവൻ തന്നെയാണ് അവനവൻ്റെ ദൈവമെന്നാണ് ഗുരു പ്രഖ്യാപിച്ചത്. അതുമാത്രമാണോ? അതിനുശേഷം ഈ അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുനാഥൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ സഹോദരനയ്യപ്പൻ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറയുന്നുണ്ടല്ലോ ഗുരു എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത് അയ്യപ്പനിൽ ദൈവമുണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ ആയിരക്കണക്കിന് കോടി രൂപ ചിലവഴിച്ച് നമ്മൾ അമ്പലങ്ങളും പള്ളികളും പണിയുന്നത് എന്തിനാണ്? നമുക്ക് വേണ്ടത് അമ്പലങ്ങളും പള്ളികളുമാണോ അതോ ആശുപത്രികളും സ്കൂളുകളുമാണോ? മതങ്ങളുടെ പേരിൽ ജാതിയും മതവും പറഞ്ഞ് തമ്മിൽ തല്ലി മരിക്കുന്ന പ്രാകൃതരെയാണോ നമുക്ക് ആവശ്യം? അതോ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ആധുനിക മനുഷ്യനെയാണോ നമുക്ക് ആവശ്യം? എൻ്റെ അഭിപ്രായത്തിൽ ISRO പോലെയുള്ള അനേകം ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ നമുക്കുണ്ടാവണം. നമുക്ക് ചൊവ്വയിലും ചന്ദ്രനിലും മനുഷ്യവാസം ഉറപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അതിലുപരി നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുന്ന അതായത് ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ റോബോട്ടുകൾ നമുക്ക് ഭാവിയിൽ വരുത്തുന്ന തൊഴിൽ നഷ്ടത്തെക്കുറിച്ചും ആ തൊഴിൽ നഷ്ടം പരിഹരിക്കുന്നതിനുള്ള പ്രാഥമികതയെക്കുറിച്ചും അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ചും നമുക്ക് ചിന്തിച്ച് ആരോഗ്യകരമായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിന് നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം. അവിടെ ജാതിയുടെയും മതത്തിൻ്റെയും ദൈവങ്ങളുടെയും യാതൊരു ആവശ്യമില്ലാതെ മാനുഷികതയിൽ ഊന്നി നിന്നുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ഒന്ന് ചിന്തിക്കൂ. ഇല്ലെങ്കിൽ, നിങ്ങൾക്കതിന് കഴിയുന്നില്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ പോലുള്ളവരുടെ സനാതന ധർമ്മങ്ങളിൽ മാനുഷികതയ്ക്ക് എല്ലാ മനുഷ്യനും നന്മയും എല്ലാ മനുഷ്യനും തുല്യമായ നീതിയും തുല്യമായ അവകാശങ്ങളും തുല്യമായ ജീവിത സൗകര്യങ്ങളും നൽകുന്ന എന്തെങ്കിലും ഒരു തത്വശാസ്ത്രം നിങ്ങളുടെ ഏതെങ്കിലും സനാതന ധർമ്മങ്ങളിലുണ്ടെങ്കിൽ ആ തത്വശാസ്ത്രങ്ങളെ ഇവിടെ അവതരിപ്പിക്കൂ. ആ തത്വശാസ്ത്രത്തിൽ എന്തെങ്കിലും സോഷ്യലിസങ്ങളോ എന്തെങ്കിലും തത്വശാസ്ത്രങ്ങളോ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഈ സമൂഹത്തെ നയിക്കാൻ ഞാൻ രാഹുൽ ഈശ്വറിനെ പോലുള്ള വർഗീയ രോഗികളോട് ആവശ്യപ്പെടുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള എൻ്റെ പ്രേക്ഷകരെ, എൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും എല്ലാവരിലും എത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ജനങ്ങളെ.